ഏവർക്കും വൃന്ദാവനത്തിന് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിഷുഫലമാണ്. അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് അനുഭവത്തിൽ വരിക, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം മേടരാശിയിലാണ് ഇപ്പൊ വ്യാഴത്തിന്റെ സ്ഥിതി അല്ലേ. മെയ് 1 ശേഷം അത് എങ്ങോട്ടാവും? ഇടവൻ രാശിയിലേക്കാവും. അതുപോലെ തന്നെ ശനി എന്ന് പറയുന്നത് കുംഭൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ രാഹു മീനം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഇപ്പൊ പൊതുവെ വിഷുഫലത്തിൽ മറ്റുള്ള ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടല്ലോ. ഒരു മേജർ ആയിട്ട് ട്രാൻസിറ്റ് ഇത് മൂന്നുമാണ്. അപ്പം നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ വിഷുഫലത്തിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. അടുത്ത ധനുക്കൂറാണ്, അഥവാ ധനുരാശിയാണ്. ഇവർക്ക് തൊഴിലിലൊക്കെ ഒരു മാറ്റം വരാൻ ചാൻസ് ഉള്ള സമയമാണ്. തൊഴിൽ ഭാരമൊക്കെ കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് മറ്റുള്ളവരുടെ അടുത്ത് പോയി പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ അതിൽ ഉൾപ്പെടുത്താനും മറ്റുള്ളവർ കാരണം ആ പ്രശ്നം ഊതി പെറപ്പിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സോ മറ്റുള്ളവരെ കൂടുതൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂയിലേക്ക് വലിച്ചിട്ടുണ്ട്. അത് ദമ്പതികൾ തമ്മിലുള്ളായാലും, മാതാപിതാക്കൾ തമ്മിലായാലും, കുട്ടികൾ തമ്മിലായാലും, മാതാപിതാക്കൾ തമ്മിലായാലും, മുതിർന്നവർ തമ്മിലുള്ള പ്രശ്നങ്ങളായാലും എന്ത് തന്നെയായാലും മൂന്നാമത്തെ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ അത് എത്തിക്കേണ്ട. നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. ഇനി അതിലേക്ക് കൗൺസിലിങ്ങിനെ ബന്ധപ്പെടാം കേട്ടോ. അതുപോലെ തന്നെ തൊഴിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ വിശ്വസിച്ച് നിങ്ങൾ അത് ഏർപ്പെടുത്തണ്ട. നിങ്ങൾക്ക് ഏൽപ്പിച്ച വർക്കാണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്ത് തീർക്കാൻ നോക്കുക. സോ ചതി പറ്റാൻ ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ഉയർന്നു വരാൻ ചാൻസ് ഉണ്ട്. സ്റ്റാറ്റസ് ഉയർന്നു വരാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ആണോ? അല്ല, വാട്സപ്പ് സ്റ്റാറ്റസ് അല്ല കേട്ടോ. അല്ല, വിഷുഫലമുണ്ട്, സ്റ്റാറ്റസ് കൂടുന്നു നോക്കിയിട്ട് ജീവിതത്തിൽ സ്റ്റാറ്റസ് ഡെവലപ്മെന്റ് ഇല്ല. അത് വാട്സപ്പിൽ ഇപ്പൊ ഒന്നാ സ്റ്റാറ്റസ് തന്നെ, എന്നാൽ 2-3 ഇട്ടൊക്കെ ഒന്ന് ഉയർത്തിയേക്കാം. ആ ചിന്തയിലോട്ടൊന്നും പോകണ്ട. അങ്ങനെയല്ല ഉദ്ദേശം. എന്താണ്, നമ്മുടെ ജീവിത സ്ഥിതി ആയാലും സാമ്പത്തിക സ്ഥിതി ആയാലും ഒക്കെ ഒന്ന് പയ്യൊന്ന് മെച്ചപ്പെടുത്തിയിലേക്ക് എത്താൻ പറ്റും. ബട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആൻഡ് പ്ലാൻഡ് ആയിരിക്കണം. ഓക്കെ, ബെസ്റ്റ് സ്ട്രാറ്റജി ആയിരിക്കണം, പ്രൂവൻ സ്ട്രാറ്റജി ആയിരിക്കണം സക്സസിലേക്ക് എത്താനുള്ള. നിങ്ങൾ അതിലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ നല്ലൊരു രീതിയിലേക്ക് ലൈഫ് പ്ലാൻ ചെയ്യുക, മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ മുതിർന്നവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ പെട്ടെന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കാനും നിൽക്കേണ്ട. നിങ്ങൾക്ക് കൂടുതൽ പറ്റിയിട്ടുള്ളതാണ് ധനുരാശിക്കാർക്ക്, ധനുക്കൂറുകാർക്ക് പൊതുവെ പറ്റാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പെട്ടെന്ന് വിശ്വസിക്കുക, അല്ലെ അവരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുക. അവരെന്ത് ചെയ്യും? നിങ്ങളെ പറ്റിച്ച് പാലം കടത്തും. ഓക്കെ, നിങ്ങളെ പാലം പറ്റിച്ചെന്ത് ചെയ്യും? കൂട്ടിക്കെട്ടി കൈ തരും. നിങ്ങൾക്ക് അതുവരെ ഉണ്ടാകുന്ന സാമ്പത്തികം മൊത്തം ഇല്ലാതെയാക്കാനും നിങ്ങളുടെ ആ തെറ്റായ കൂട്ടുകൾ മതി. ഓക്കെ, അവർ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നല്ല കൂട്ടായിരിക്കും. എന്നുവെച്ചാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും ആ കൂട്ടുകെട്ട് നിങ്ങൾ വിടുക, അല്ല ആ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് തലച്ചോറിലേക്ക് കയറൂല. ഓക്കെ, നിങ്ങൾ പറയും അവനെന്റെ നല്ല കൂട്ടുകാരൻ, അല്ലെ അവനെന്റെ നല്ല കൂട്ടുകാരിയാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകും. ബട്ട് നിങ്ങൾക്ക് ചതി പറ്റിയ ശേഷം മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ രസം എന്ന് വെച്ചാൽ പകുതി അല്ലെങ്കിൽ ഒരു 30-65% ധനുരാശിക്കാർക്കും ആ ചതിസ് ആരാണ് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിൽ നിൽക്കാറുണ്ട്. അത് ഈ ധനുരാശിക്കാരുടെ ഒരു പ്രത്യേകതയായിട്ട് കാണേണ്ടത്. നിങ്ങൾക്ക് കൂടുതൽ പേരും അനുഭവത്തിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ കൂടുതലും ഈ ഒരു ജീവിതകാലം കൊണ്ട് തന്നെ അത്യാവശ്യം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു ജീവിതകാലം തന്നെ പലരും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവും. സോ ഈ ഒരു വിഷുകാലം മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. സോ ശ്രദ്ധിക്കുന്നു ഉത്തമമായിരിക്കും. ചീത്ത കൂട്ടുകെട്ടുകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. റിവെഞ്ചിങ്ങിനൊക്കെ ചെയ്യുന്നവരുണ്ട് അല്ലേ, പകപോക്കൽ. ഈ ഒരു വർഷം വേണ്ട, അത് പിന്നെ വീട്ടാം. പക അത് വീട്ടാനുള്ളതാണ്, ആ ഒരു സംഭവമാണ്. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ റിവെഞ്ചിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. അതെന്ത് ചെയ്യും? ദൈവം കൊടുത്തോളും. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവം കൊടുത്തോളും, അല്ലെങ്കിൽ പ്രകൃതി കൊടുത്തോളും എന്ന് വിശ്വസിക്കുക. ഓക്കെ, കർമ്മയിൽ വിശ്വസിക്കുന്നവരായിരിക്കും മിക്ക പേരും. സോ കർമ്മ അല്ലെ, കർമ്മ ഈസ് എ ബൂമറാങ് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് പല തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ആകാര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. രാത്രി സഞ്ചാരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ധനുരാശിക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോ, നമ്മുടെ വാട്സപ്പിലോ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയായ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളിപ്പം 20K കഴിഞ്ഞല്ലേ, നമ്മള് 25Kയിലേക്ക് എത്താൻ പോവാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സുഹൃത്തുക്കൾക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ തന്നെ
വിഷുഫലത്തിൽ ഗുണദോഷ ഫലങ്ങളൊക്കെ ഉണ്ട്, ഗുണഫലങ്ങൾ ദോഷഫലങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നല്ലത് ചെയ്താൽ നല്ലത് തന്നെ കിട്ടും. ബട്ട് അതിന് കുറച്ച് ഡിലേസ് ഒക്കെയാണ് ഇത് വരുത്താൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആത്മവിശ്വാസം കളയാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. നമ്മൾ എന്താണ് നമുക്ക് പൂർണ്ണമായിട്ടൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും കേട്ടോ. സോ നമ്മൾ എന്താണ് മനസ്സിലാക്കുക, നമ്മൾ ആരാണ് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് മനസ്സിലാക്കുക. നമ്മളനുസരിച്ച് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. നമുക്ക് നല്ല രീതിയിലായിട്ടൊരു വിജയത്തിലേക്ക് ഫോക്കസ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവരും വിജയിക്കാൻ സാധിക്കുന്നേ. ഒത്തിരി ടെൻഷൻ അടിച്ച് നിങ്ങൾ അയ്യോ ഇത്ര കാലം മോശമായിരുന്നു, ഇനി മോശം സമയമാണോ, ഇനിയിപ്പം ഉള്ള സമയം നല്ലതാണ്, ഇത്ര നാളും കുറച്ച് നാൾ നല്ലതായെങ്കിലും ചീത്ത ഫലങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ച് കൃത്യമായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നോക്കി കാണുക.